നീയും മുത്താണ്, ഈ പ്രാവ് മുത്താണ്. രണ്ട് മുത്തുകളും ഒരുമിച്ചിരിക്കട്ടെ എന്ന് മോഹിച്ചു കൊണ്ടുവന്നതാ. അതെന്താണെന്ന് അറിയില്ല ശിവാനി. അതിന്റെ കാരണം എനിക്കറിയില്ല. നിന്നോട് എനിക്കുള്ള സ്നേഹം ഓരോ ദിവസവും ഇങ്ങനെ കൂടി വരുന്നു എന്നല്ലാതെ കുറയുന്നതേയില്ല. അതിന്റെ യാതൊരു ലക്ഷണവുമില്ല. തൽക്കാലം ഇപ്പോ എന്റെ ഗിഫ്റ്റ് ഒന്ന് സ്വീകരിക്കുന്നേ. നീ എങ്ങനെ ഇവിടെ എത്തിയത്? ഇതിനെ ആരിവിടെ കൊണ്ടുവച്ച്? എന്തോ ഒരു കുറിപ്പുണ്ടല്ലോ. എന്റെ മാത്രം പ്രണയത്തിന്. ഒന്ന് പെട്ടെന്ന് ഇങ്ങ് വാ. എന്തു പറ്റി ശിവൻ? ഇതെന്താ പ്രാവോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഇത് വെറും ഒരു പ്രാവല്ല നീലി. ഞാൻ ഇന്നലെ അമ്പലത്തിനടുത്ത് ധ്യാനിച്ചോണ്ടിരുന്നപ്പോ ഇതിനെ കണ്ട് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടായി. ആ സമയത്ത് തന്നെ ത്രിവിക്രം അവിടെ വന്നത്. ഇതിനെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടായി എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഈ പ്രാവിനെ പിടിക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ നടന്നില്ല. ഇപ്പൊ നോക്കുമ്പോ രാത്രിക്ക് രാത്രി വന്ന് ഇതിനെ എനിക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ട് പോയിരിക്കാം. അങ്ങനെയോ? അതെ നീലി, എന്റെ ആദിശേഷന് ഇതുപോലെ തന്നെ. ഞാൻ എന്ത് തന്നെ ആഗ്രഹിച്ചാലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അതെനിക്ക് വേണ്ടി കൊണ്ട്. ഹലോ ഹലോ, നന്ദീശൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നേ. ആ പറയൂ. സാംബശിവൻ സാറിന് ബോധം വന്നിട്ടുണ്ട്. കണ്ണു തുറന്ന് എന്തൊക്കെയോ സംസാരിച്ചു, പക്ഷെ എന്താണ് പറഞ്ഞതെന്ന് മാത്രം മനസ്സിലായില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? വീണ്ടും പഴയതുപോലെയായി. എത്ര വിളിച്ചിട്ടും പിന്നെ എണീറ്റിട്ടില്ല. അങ്ങനെയാണോ? അവരിന്ന് റിയാക്ട് ചെയ്തത് കൊണ്ട് ചിലപ്പോ പെട്ടെന്ന് ശരിയാവുമായിരിക്കും. ശരി, താങ്ക് യു. ഓക്കെ. കോഫി കുടിച്ചിട്ട് പോ. വേണ്ടമ്മേ, കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാം. നീ വരുന്നത് തന്നെ വല്ലപ്പോഴും അല്ലേ. ഞാൻ കോഫി കൊണ്ടുവരാം, കുടിച്ചിട്ട് പോയാ മതി. ചേച്ചി ചെല്ലേ, പോയി എടുത്തിട്ട് വാ. ഇരിക്ക്. പിന്നെ ശിവാനി മോളെ, എസ്റ്റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ബിസിനസ് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ്. ആ ചേച്ചി, പിന്നില്ലേ ഈ ശിവാനി ത്രിവിക്രമനെ അന്വേഷിച്ചാണ് ഇവിടെ വരെ വന്നതെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? അതൊക്കെ ശരി തന്നെയാ. എടാ, ഇത്രയൊക്കെ മരുന്ന് കഴിച്ചാ വേറെന്തേലൊക്കെ അസുഖങ്ങൾ വരും. അതും ശരിയാണ്. എന്റെ ഈ അസുഖം എന്താന്ന് ഡോക്ടർക്ക് പോലും മനസ്സിലായിട്ടില്ല തൃശ്ശൂർ. അതുകൊണ്ടാ ചുമ്മാ ഓരോ മരുന്നൊക്കെ എഴുതി നമുക്കിങ്ങനെ. ആ ലെൻസും അതിന്റെ പവറൊക്കെ എത്രയെന്ന് നോക്കി നീ ഓൺലൈനിൽ ഒന്ന് ഓർഡർ ചെയ്തേക്ക്. ശരി കൊച്ചു മുതലാളി, അക്കാര്യം ഞാൻ ചെയ്തോളാം. ഡോക്ടറെ അടുത്ത് പോയി കാണുന്ന ഞാൻ പറയുകയും ചെയ്തു. ആ കുട്ടി കോഫി കുടിച്ചിട്ട് പോവുകയും ചെയ്തു. ആണോ? എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പോലും ഇല്ല. പിന്നെ മോനെ, അവള് ഇങ്ങോട്ട് നടന്നാണ് വന്നെന്ന് തോന്നുന്നു. ഇതുവഴിയാ പോയത്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. വേഗം പോയി കാണാൻ പറ്റും. ഓക്കെ, താങ്ക്സ് അങ്കിളെ. എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം.
അല്ലല്ലല്ലല്ല, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? അല്ല, ആ പെൺകുട്ടി ഇവനെ തിരഞ്ഞ് ഇങ്ങോട്ട് വരുന്നു, ഇവനാണെങ്കിൽ അവളെ കാണാൻ വേണ്ടി ഓടുകയും ചെയ്യുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ. കണ്ടുപിടിച്ചിട്ടെന്ന് കാര്യം. ആ ലക്കെന്ന് പറയുന്നത് ദൈവം തന്നെയാണെങ്കിലോ? ആയിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ തന്റെ ഒപ്പീനിയൻ. എന്റെ കാര്യത്തില് കുറച്ച് മാറ്റമുണ്ട് ശിവാനി. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തിനാ വെറുതെ ദൈവമില്ല ഭക്തിയില്ല എന്നൊക്കെ ദേഷ്യത്തോടെ എപ്പോഴും വിമർശിച്ചോണ്ടിരിക്കുന്നത്? ദൈവം തന്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചോ, അത് തനിക്ക് നല്ലതേ ചെയ്യൂന്നും വിചാരിക്കും. അപ്പൊ നിനക്ക് തന്നെ മനസ്സിലാകും, നോക്കിക്കോ. ഓക്കെ ഓക്കെ, താൻ പറഞ്ഞതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ബൈ. നമുക്ക് വേണ്ടത് തന്നെ ഉറപ്പായും സംഭവിക്കും ഗരുഡ. അതിനിടയിൽ നമ്മൾ തിരക്കിട്ട് തീരുമാനങ്ങൾ എടുത്താൽ അപകടം നമ്മൾ തന്നെ നേരിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ദിഗ്വിജയൻ വരുമെന്നാണോ പറയുന്നത്? അതെ, അവൻ വന്നേ മതിയാവൂ. പക്ഷേ ത്രിവിക്രമൻ അമ്മ കൊടുത്ത ചൂർണം കഴിച്ച് അവൻ പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ടാവുമോ? മാറിയല്ലേ പറ്റൂ. നാളെ രാവിലെ ഒരു പക്ഷേ ആ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചെന്ന് വരാം. പക്ഷേ ഞാൻ കൊടുത്തയച്ച ആ ചൂർണം ത്രിവിക്രമൻ സേവിക്കാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. വിവരവും ലഭിക്കാത്തതുകൊണ്ട് എന്റെ മനസ്സിൽ എന്തോ ഒരു ആശങ്കയുണ്ട്. നോക്കൂ ഗരുഡ, നിന്റെ അനുഭവങ്ങളാണ് നിന്നെ ഇങ്ങനെ സംസാരിപ്പിക്കുന്നത്. എന്റെ അനുഭവം അത് വേറെ ചിലതാണ്. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി 18 വർഷം കാത്തിരുന്നവളാണ് ഞാൻ. ഇപ്പോൾ എനിക്കറിയാം, എന്റെ അനുഭവങ്ങളായിരുന്നു സത്യം. നീ നോക്കിക്കോ, ആ ദിഗ്വിജയൻ എത്രയും പെട്ടെന്ന് എന്നെ തിരിഞ്ഞിവിടെ വന്നിരിക്കും. അമ്മ വിശ്വസിക്കുന്നത് പോലെ ആട്ടെ മഹാമായി. സംസാരിക്കാനായിരുന്നു. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നോക്ക് ത്രിവിക്രം, അത് നിന്റെ പ്രോജക്റ്റാ. നീ ഒന്നും എന്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ. അതല്ല ഡാഡ്, എന്നാലും നിനക്ക് ആ പ്രോജക്ടിന്റെ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉള്ളതല്ലേ. എനിക്ക് അതിന്റെ റിപ്പോർട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നീ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ. ഇനി അതല്ല, നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ സമയത്ത് എന്റെ അടുത്തേക്ക് വാ. ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം. ഓക്കെ ഡാഡ്, വേറെ കുഴപ്പമൊന്നുമില്ല. എവറിത്തിങ് ഈസ് ഗോയിങ് ഗുഡ്. അങ്ങനെ തന്നെ നടക്കട്ടെ. ഓക്കെ ഡാഡ്. ആ മോനെ, ഒരു മിനിറ്റ്. നീ ആ പാല് കുടിച്ചിരുന്നോ? ഞാൻ തൃശ്ശൂരിന്റെ കൈ കൊടുത്തു വിട്ടിരുന്നു. പക്ഷെ കുട്ടി നല്ല പെൺകുട്ടിയാ. വാടാ, നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് പോയി കണ്ടു നോക്കാം. അതെ അതെ, ആ നാട്ടിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോഴേ തന്നെ എനിക്കെല്ലാം കൊണ്ടും മതിയായി. ഇനി എന്റെ മോനും അവിടുന്ന് തന്നെ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ച എന്റെ കാര്യം കട്ടപ്പോകാം. അവൻ അവളോടും തല്ലുകൂടിക്കൊണ്ടിരിക്കാൻ പറ്റും, എനിക്ക് നിന്നോടും തല്ലുകൂടിക്കൊണ്ടിരിക്കാം. കുടുംബത്തെ എപ്പോഴും ഒരു ഒച്ച ഒളിയൊക്കെണ്ടാവും. പോകെ പോകെ നാട്ടുകാരൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ട് പോവുകയും ചെയ്യും. എന്താ ഇത്? എന്താ ഇവിടെ കിടന്ന് പെറുപിറുക്കുന്നത്? അയ്യയ്യോ, ഒന്നുമില്ല എന്റെ പൊന്നെ. നിന്റെ നാട്ടിലെ പെണ്ണെന്ന് പറഞ്ഞ സംഭവല്ലേ. അതിനിപ്പോ നിന്റെ ചേട്ടൻ കണ്ടുപിടിച്ചാണെങ്കിലോ അത് സംഭവം ബഹുലമായിരിക്കും. നല്ലൊരു മരുമകളെ തന്നെ കിട്ടും, അതിൽ യാതൊരു സംശയം വേണ്ടെന്നുള്ള കാര്യം. അതിനെന്തായാലും നല്ലൊരു വഴി കിട്ടുമെന്നേ. അമ്മയ്ക്ക് യാതൊരു സംശയം വേണ്ട. അച്ഛന് സമാധാനായിട്ടിരിക്കുന്നേ. എനിക്കൊരു സമാധാനക്കേടില്ലടാ. നിന്റെ അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. നിന്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ എന്നാ ഇവള് നന്നാവ്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ചൊറിയാൻ വന്നു. ആ, ഇനി നിങ്ങൾ തമ്മിലായിരിക്കും. തൃശൂൽ, ശിവാനി വന്നിരുന്നു. അതിങ്ങനെ പറന്ന് നടക്കും. ആ അതെ അതെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് തന്നതാ. അതിനെന്താ ഇപ്പോ? അയ്യോ, ഇതെന്താണ്? ഞാനാ കൊടുത്തെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഹലോ. ഹലോ. അതെ അതെ, അതിന് അത് ഇഷ്ടായല്ലോ അല്ലേ? രാവിനെ പിന്നെ ആർക്കാ ഇഷ്ടാവാത്തത്? അതും എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് തന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടായി. ശരി മാഡം,
നിങ്ങൾ അതിന്റെ കൂടെ സമയം ചെലവഴിക്ക്. ഓക്കെ അല്ലേ? ബൈ. ബൈ. കൊച്ചുമുതലാളി, ഞാനിത് എന്തൊക്കെയാ കാണുന്നത്? ബോസ് എന്ന് പോലെ പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങി. എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിനക്ക് മാത്രമല്ലടാ, ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ഇതൊക്കെ? ഇവൻ എന്താ മാറ്റം ഇത്? നല്ല കാര്യങ്ങൾ കാണുമ്പോ ചിലപ്പോ മിണ്ടാ നോക്കി നിൽക്കേണ്ടി വരും. ഇനി ഒരു കോഫി തൃശ്ശൂരെ, എന്നെ നിനക്ക് ശരിക്കും അറിയാവുന്നല്ലേ? പിന്നെ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് ചിലപ്പോ ശരിയായിരിക്കാം, ചിലപ്പോ തിരിച്ചു ആവാം, അല്ലേ? ഇതിനെപ്പറ്റി ഞാനിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. അതെന്താന്ന് വെച്ചാ എന്താ പറയണ്ടെന്ന് എനിക്കിപ്പോ അറിയില്ല. എന്റെ മനസ്സിലെ കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ആ കാര്യത്തില് ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞ എല്ലാ കാര്യം ഞാൻ നിന്നോട് തുറന്നു പറയാം. ശരി ചെല്ല്, ഞാൻ ഒന്ന് റെഡിയാ നോക്കട്ടെ. കൊച്ചു മുതലാളി റെഡി ആയിട്ടുണ്ടല്ലോ, ഇനി എന്തിനാ റെഡി ആവുന്നേ? ചുമ്മാ ഓരോന്ന് പറയുന്നത് പോയോ നീ? കൺകൾ ഈരണ്ടാൽ കൺകൾ ഈരണ്ടാൽ കട്ടിയെടുത്താൽ എടുത്താൽ പോതാതെ. ഒന്ന് പോടാ. കൊച്ചു മുതലാളി കണ്ടുപിടിച്ചോളാം. അവൾ ആരാണെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം. നോക്കിക്കോ. പിന്നെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്താ അത്? കൊച്ചുമുതലാളിയുടെ മാറ്റം ഈ ചൂർണം കഴിച്ചത് കൊണ്ടാണോ അതോ ഇനി വേറെന്തെങ്കിലും കാരണം കൊണ്ടാണോ? അതോ അല്ല, വേറെ ആരുടെങ്കിലും പ്രേരണ കൊണ്ടാണോ ഈ മാറ്റം ഉണ്ടായതെന്ന് എനിക്കൊരു ചെറിയ സംശയം. എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല മുതലാളി, കൊച്ചുമുതലാളിയുടെ മനസ്സിലൊരു പെൺകുട്ടി കയറി കൂടിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സിൽ വെറുതെ ഒരു തോന്നൽ. നീ എന്തായി പറയുന്നത് അന്തീശ? നിനക്കെന്താ അങ്ങനെയൊക്കെ തോന്നേ? വേറൊന്നുമല്ല, ഇന്നലെ കൂടി ആ പെൺകുട്ടി മുതലാളിയുടെ വീട്ടിൽ വന്നിരുന്നു. കൊച്ചുമുതലാളിയും ആ പെൺകുട്ടിയെ ഒന്നിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് പെൺകുട്ടി? ആ അതില്ലേ മുതലാളി, നമ്മുടെ എസ്റ്റേറ്റ് വാങ്ങിയില്ലേ, ശിവാനി. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസം, അതുകൊണ്ടാ. അതിന്റെ കാരണം എന്നോടും പറയാലോ അല്ലേ? എന്റെ സന്തോഷത്തിന് കാരണം നീ തന്നെ അത്ര വിക്രം. ഞാനോ? ഞാൻ എന്താ ചെയ്ത്? പ്രാവിനെ റൂമിൽ വെച്ചിട്ട് പോയില്ലേ? എന്ത്? പ്രാവിനെ ഞാൻ വെച്ചിട്ട് പോയെന്നോ? ഒന്നും അറിയാത്ത പോലെ ഇയാൾ ഇങ്ങനെ വെറുതെ അഭിനയിക്കണ്ട. നിക്ക്. വരുന്നുണ്ടോ ചോദിക്കാൻ വന്ന? വരുന്നുണ്ടോ? അത് എനിക്കൊരു കമ്പനി ആവുമല്ലോ. നിനക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അതേ നീ തന്നെ ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോവാൻ എന്നോട് പറയാണോ? ഇന്നെനിക്ക് എന്റെ ബിസി ഷെഡ്യൂൾ ആണെങ്കിലും ശരി, അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യാം. നിന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് എന്റെ കാര്യം. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഷുവർ. പ്ലീസ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതല്ലേ. നിനക്ക് മനസ്സിലെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം ഇതോടുകൂടി മാറിക്കോളൂ. നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, നമ്മുടെ സമയം നന്നാവാനായിരിക്കും അത്. താങ്ക്സ് അമ്മ. എന്റെ സമയം നന്നായിട്ടുണ്ടെങ്കിൽ ശിവാനി എനിക്ക് കിട്ടുമെന്ന അർത്ഥം. അവളെ എനിക്ക് കിട്ടിയ എനിക്ക് പിന്നെ വേറൊന്നും വേണ്ട. അവളാണ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത്. എന്റെ ഈ
ജീവിതത്തിന് ഒരു അർത്ഥവും വരും. അവളെ എനിക്ക് കിട്ടണം. അതും നമ്മൾ പോലും അറിയാതെ നമ്മൾ പതുക്കെ പതുക്കെ മാറിപ്പോകും. നമ്മുടെ മനസ്സ് നിറയെ അവര് മാത്രമായിരിക്കും. അവര് പറയുന്നൊക്കെ നമ്മൾ സമ്മതിക്കുകയും ചെയ്യും. എന്താ തനിക്ക് വിശ്വാസം വരുന്നല്ലേ? ഇല്ല, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ തന്റെ കൂടെ വന്നിട്ടും തനിക്കത് ഇതുവരെ മനസ്സിലായില്ലേ? പതിയെ മനസ്സിലായിക്കോളും. ഇതെന്ത് അത്ഭുതമാ. അപ്പൊ ത്രിവിക്രം എന്റെ വാക്കുകളെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. എന്നാ പോ. പോകാം. അതെ ഭഗവാനെ, എന്റെയും പ്രാർത്ഥന അത് തന്നെയാ. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ആദിശേഷനെ കണ്ടുപിടിക്കണം. അങ്ങനെ സഹായിക്കണം. അതിന് ശരിയായ സമയവും സന്ദർഭവും തന്ന് അങ്ങനെ അനുഗ്രഹിക്കണം. സോ ശിവാനി, തനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താ അത്? പക്ഷെ ഇതിപ്പോ ക്ഷേത്ര ദർശനത്തിന് വന്നിരിക്കുക. എന്റെ മകൻ അമ്പലത്തിൽ പോകുന്നവനല്ലല്ലോ. ഇപ്പൊ ഇവൻ അമ്പലത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇവള് തന്നെയായിരിക്കും, ഒരു സംശയമില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ട മുതൽ? ഈ ഒരു കാര്യത്തില് നമ്മൾ തിരക്ക് പിടിക്കരുത്. ഒരു തെറ്റും സംഭവിക്കാനും പാടില്ല. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് കൃത്യമായി നമുക്കറിയേയില്ല. എന്റെ മകൻ വെറുതെ പ്രേമം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചുറ്റി കറങ്ങുന്നവനുമല്ല. ഇതൊക്കെ കണ്ട് അതിന്റെ പുറകെ നടന്ന് വെറുതെ കളയാനായിട്ട് നമുക്കാണെങ്കിൽ സമയവും. നീ ആദിശേഷനാണെങ്കിൽ എന്തായാലും എനിക്ക് വന്നല്ലേ പറ്റൂ. എന്നാ ഒരു കാര്യം ചെയ്യും, താൻ നാളെ തന്നെ എന്റെ വീട്ടിലേക്ക് വാ. നാളെയോ? വേണ്ട ത്രിവിക്രം. എന്താ? ഒന്നും വിചാരിക്കരുത്. ഞാൻ വേറൊരു ദിവസം എന്തായാലും വരാം. എന്താ, താൻ നാളെ എന്തെങ്കിലും ബിസിയാണോ? അത് പിന്നെ നാളെ ഒരു ഇമ്പോർട്ടന്റ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ശരി, കുഴപ്പമില്ല. ശരി, പോയാലോ? മകൻ അവളുടെ കൂടെ ചുറ്റി നടക്കുന്നുണ്ടെങ്കിൽ നീയും അതൊന്ന് ഗവനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിന്റെ വീടിന്, നിന്റെ കുടുംബത്തിന്, നിന്റെ കൈവശമുള്ള നാഗമാണിക്യത്തിന്, നിന്റെ ശക്തി സംരക്ഷിക്കുന്നതിന് സത്മുഹൂർത്തമായ വഴി ഇത് തന്നെയാണോ എന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് ഗുരുക്കളെ? അതെല്ലാം അറിയുന്നതിന് എനിക്ക് ആ ഹസ്തരേഖ വേണം. ഹസ്തരേഖ ആരുടെയാണ് ഗുരുക്കളെ? ആ ശിവാനിയുടെ ഹസ്തരേഖ. ദിഗ്വിജയ, അതെനിക്ക് നിന്നിലൂടെ തന്നെ ലഭിക്കണം. അതെന്റെ കയ്യിൽ ലഭിച്ചാൽ പിന്നെ അവൾ നിന്റെ മകൻ ഉള്ളതാണോ അല്ലയോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സംസാരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. മധു, ഞാൻ തൃശ്ശൂലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. നീ ചുമ്മാ അതിന്റെ ഇടയിൽ കയറി അലമുണ്ടാക്കരുത്. കാര്യം എന്താ? ഞാനെന്താ ചെയ്യേണ്ടെന്ന് പറ. ഒന്നുമില്ലടാ, നീ ആ ശിവാനിയുടെ ഹസ്തരേഖ കളക്ട് ചെയ്ത് മുതലാളിക്ക് കൊടുക്കണം. അതാ ഇപ്പൊ നിന്റെ ഡ്യൂട്ടി. ശിവാനിയുടെതോ? അതേടാ. ആഹാ, അത് കൊള്ളാമല്ലോ. വീട്ടിലേക്ക് വരേണ്ട പെണ്ണിനെ കുറിച്ച് അറിയേണ്ടത് തന്നെയല്ലേ? പറയടാ, നിനക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണോ? എന്താണ് അച്ഛാ, എന്ത് ഇക്കാര്യത്തിൽ ഇത്ര സംശയം? എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തു തീർത്തേക്കാന്നേ. ഒരു കാര്യം ഓർക്കണം, ഇത് വളരെ രഹസ്യമായിരിക്കണം. ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല.
എന്താണ് അച്ഛാ എന്ത് ഇക്കാര്യത്തിൽ ഇത്ര സംശയം? എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തു തീർത്തേക്കാന്നേ. ഒരു കാര്യം ഓർക്കണം, ഇത് വളരെ രഹസ്യമായിരിക്കണം. ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. ഒരു ടെൻഷനും വേണ്ട അച്ഛാ, അതൊക്കെ വിട്ടേക്കുന്നേ. ഞാനിവിടെ ഉണ്ടല്ലോ, എല്ലാം ഓക്കെ എന്ന് തന്നെ അങ്ങ് വിചാരിച്ചു. ഇത് നിന്റെ തലയിലെഴുത്താ. ഏയ്, എന്താടി നീ എപ്പോഴും ഇങ്ങനെ? എന്ത് ചെയ്യാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അപ്പൊ ഒരു മുടക്കായിട്ട് വന്നോളൂ. എടാ മോനെ, നീ പോ നോക്ക്. ഇങ്ങനെ തന്നെ സംസാരിച്ച് അച്ഛനും മോനും എന്നെ കൊല്ലും. ഏയ്, നിന്നെയൊക്കെ ആര് വിചാരിച്ച കൊല്ലാനടി? നിന്റെ ഇടയിൽ കിടന്ന് ഞങ്ങളല്ലേ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. നമസ്കാരം മാഡം. ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. ആഹാ, അടിപൊളിയാണല്ലോ. ഇന്നെന്താ വിശേഷം? ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഇല്ലല്ലോ. സ്പെഷ്യൽ ഡേ ആയിരുന്നെങ്കിൽ അമ്മ എന്നെ പുറത്തേക്ക് വിടില്ലായിരുന്നല്ലോ. എന്താ മാഡം ഇന്നെന്താ സ്പെഷ്യല്? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന പോലെയല്ലേ. സന്തോഷം ഉണ്ടായ എല്ലാ ദിവസവും സ്പെഷ്യലാ. വാ വാ വാ, കറക്റ്റ് മാഡം, കറക്റ്റാ. ശരി, ആയിക്കോട്ടെ. മാഡം പറഞ്ഞാല് യാതൊരു തെറ്റുമില്ല. നടക്കട്ടെ, കോലം വരയ്ക്കാൻ നടക്കട്ടെ. സംഭവം അടിപൊളിയാ, ബ്യൂട്ടിഫുൾ കളേഴ്സ്, നിങ്ങളിപ്പോ പോലെ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, സമാധാനം ചെയ്തോ. അല്ല മാഡം, കോലത്തിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞപ്പോ എന്നെന്തിന് ഇങ്ങനെയൊക്കെ നോക്കുന്നു? സന്തോഷായിട്ടിരുന്നപ്പോ പെട്ടെന്ന് ആളങ്ങ് മാറിപ്പോയി. മാഡം, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതറിയോ? ഈ നിമിഷം നടക്കുന്നത് ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, എന്തുണ്ടായാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് മുന്നോട്ട് അങ്ങ് പോയേക്കണം. അതെങ്ങനെയാന്ന് മനസ്സിലായോ? ഇത് നോക്കൂ. എന്റെ പേരക്കുട്ടി എന്തു തന്നെ തെറ്റ് ചെയ്താലും അവൻ ഒരു ശിക്ഷയും കിട്ടുകയില്ല, മരണവും ഉണ്ടാവില്ല. അവന്റെ കയ്യിൽ നാഗമാണിക്യമുണ്ടെങ്കിൽ അവൾ നാഗലോകം തന്നെ അവനെതിരെ നിന്നാലും അവളുടെ പുരുഷനെ കാത്തു സംരക്ഷിച്ചിരിക്കും. ഒരു വശത്ത് നാഗമാണിക്യത്തിന്റെ ശക്തി, ഇനിയൊരു വശത്ത് നാഗകന്യകി എന്ന സ്ത്രീ ശക്തി. രണ്ടും എന്റെ പരമ്പരയെ കാത്തു സംരക്ഷിക്കും. എന്റെ പേരക്കുട്ടിയെ ആരെ കൊണ്ടും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. എന്റെ പരമ്പര ഈ പ്രപഞ്ചത്തിന്റെ നെറുകയിൽ തന്നെ കയറി ഭരിക്കും. മുതലാളി, ഇപ്പോഴേ അവന് ആരൊക്കെ വന്ന വിചാരം. തന്നെ കയറാൻ നിൽക്കുന്ന കുരങ്ങിന് ഏണി വെച്ച് കൊടുക്കണോ? ഞാൻ വെറുതെ പറഞ്ഞല്ല നന്ദീശ. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്തായിരിക്കാൻ പറ്റില്ല. എന്നാ ശരി മുതലാളി, ഞാൻ പൊക്കോട്ടെ. കേരളം മുതലാളി, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. എന്നോട് ദയവായി ക്ഷമിക്കണം മുതലാളി. പക്ഷെ കൊച്ചു മുതലാളിയാണ് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് അന്ന് എന്നെ തടഞ്ഞത്. അക്കാര്യം അന്ന് മുതലാളി അറിഞ്ഞാ ചൂടാവും, ടെൻഷൻ അടിക്കും എന്നൊക്കെ വിചാരിച്ചാ കൊച്ചു മുതലാളി അന്ന് പറയണ്ടെന്ന് പറഞ്ഞത്. മുതലാളി എന്നോട് ദയവായി ക്ഷമിക്കണം. എനിക്കും എന്തോ പോലെയായിരുന്നു. ഇപ്പൊ നോക്കിയേ, എല്ലാ കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോ എനിക്ക് നല്ല സമാധാനമായി. എന്നോട് ക്ഷമിക്കും മുതലാളി. സാരമില്ല. അങ്ങോട്ട് വരായിരുന്നല്ലോ. സാരമില്ല, അത് കുടിക്കാം. തന്നേക്ക്, ഞാൻ കുടിച്ചോളാം. ഇപ്പൊ തന്നെ എന്റെ കൺമുമ്പിൽ വെച്ച് കുടിക്കണം. പിടിക്കും. എന്താ ഡാഡ്? ചോദ്യങ്ങൾ വേണ്ട, കുടിക്കാനാ പറഞ്ഞത്. ഇത് 3-ാം തവണ ചൂർണം കലക്കിയ പാല. കുടിക്ക, എല്ലാം ശരിയാവും. ഞാൻ ആ തൃശൂലിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നില്ലേ, ആ പാല് നീ കുടിച്ചോ. എന്തൊക്കെയാ നീ ചെയ്തു കൂട്ടുന്നത്? എന്നാലും
നീ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് മോനെ. ഞാൻ എന്ത് ചെയ്താലും അത് നിന്റെ നല്ലതിന് വേണ്ടിയാണ്. എന്നെ നിന്റെ അച്ഛനായിട്ട് കാണണ്ട, ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടൂടെ? എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യേ. സോറി ഡാഡ്, ഈ പാലിന്റെ കാര്യം ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല, അതുകൊണ്ട്. നിന്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും ഒക്കെ എനിക്ക് വളരെ നന്നായിട്ടറിയാം. നോക്ക്, ഇനി നീ എന്നിൽ നിന്നൊന്നും മറക്കരുത് കേട്ടോ മോനെ. ഇത്രയും നേരമായിട്ട് അവൾ ഈ വഴി വന്നില്ലല്ലോ, എന്തോ ഇങ്ങനെ ഈ കാത്തിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ടെൻഷനുള്ള വേറെ കാര്യമില്ല. യൂഷ്വലി ഇതിലെയാണല്ലോ വരാറുള്ളത്. വിളിച്ചു വെക്കാന്ന് വിചാരിച്ച മാനേജറുടെ നമ്പറെ കയ്യിലുള്ളൂ. അതിൽ വിളിച്ചിട്ട് ശിവാനിക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാ ശരിയാവില്ല. വേറെന്താ ചെയ്യാ? എന്റെ ഇഷ്ടങ്ങൾ തന്നെയാണല്ലോ ത്രിവിക്രമന്റെ ഇഷ്ടം. നാഗങ്ങൾക്ക് നിശബ്ദമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് ഇഷ്ടം. ത്രിവിക്രമൻ ഇപ്പൊ പറഞ്ഞത് അത് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവൻ... ഹലോ, താനെന്തോന്നും മിണ്ടാതെ ആലോചിച്ചോണ്ടിരിക്കുന്നു. നീ എനിക്ക് കേൾക്കാനുള്ള പെർമിഷൻ മാത്രല്ലേ തന്നുള്ളൂ, സംസാരിക്കാൻ തന്നില്ല. ഓ സോറി സോറി സോറി, എന്റെ ഭാഗത്ത് തെറ്റ്. പ്ലീസ് ഞാൻ പറഞ്ഞോ. ഒന്നുമില്ല ശിവാനി, ഇത് ഭയങ്കര മോശാട്ടോ. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന താനൊന്നും പറയുന്നുമില്ല. ഈ പെമ്പിള്ളേരല്ല എങ്ങനെ. പെൺകുട്ടികളൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ തുറന്നു പറയും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പറയില്ല. എന്താ എന്റെ മനസ്സിലെന്താ? പറ കേക്കട്ടെ. ഒന്നുമില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. ജസ്റ്റ് എ ഫൺ. ഇല്ല, ഇനിയും വൈകിക്കരുത്. നല്ലൊരു സമയം നോക്കി ഇവൻ തന്നെയാണ് എന്റെ ആദിശേഷൻ എന്നുള്ളത് മനസ്സിലാക്കിയേ പറ്റും. ഒന്നും പറയുന്നില്ലല്ലോ, ഇനി എന്നോട് നിങ്ങൾ ദേഷ്യമാണോ? ഒരു നിമിഷം. ഹസ്തരേഖ എന്റെ കൈവശമെത്തിയിരിക്കുന്നു. ഇനി മുതൽ എന്റെ പേരക്കുട്ടിക്ക് നല്ല കാലം. തിരുമ്മിയപ്പോ കോണ്ടാക്ട് ലെൻസ് ഇവിടെ എവിടെയോ കളഞ്ഞുപോയി. ലെൻസോ? യൂഷ്വലി ഞാൻ ലെൻസ് ഉപയോഗിക്കാറുണ്ട്, താനത് ശ്രദ്ധിക്കാത്തോണ്ടാ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവന്റെ കണ്ണിൽ പ്രതിബിംബം കാണാത്തതിന് കാരണം ഇതായിരുന്നു. എനിക്കും ആദിശേഷനും ഇടയിൽ ഒരു ചില്ലു കഷ്ണത്തിന്റെ തടസ്സമുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊന്ന് പരിശോധിക്കാൻ എനിക്ക് അവസരം വേണം. പേഴ്സണൽ നമ്പർ എന്റെ കയ്യിലില്ല. ശരി, 98-450. താരകം താഴെ വന്നോ, മെല്ലെ മെല്ലെ നെഞ്ചിലെ മായച്ചാമരം വീശിയെന്നോ, കണ്ണിൻ കണ്ണിൻ കണ്ണിലെ തേരിൽ താമര പൂവിരിഞ്ഞോ, തീരാനോവിൻ നീളങ്ങൾ കണ്ണിൽ കവിതകളായി. മഴ പാടും കുളിരായി വന്നതാരു ഇവളോ. നിന്റെ വീട് വീണ്ടും പ്രകീർത്തിപ്പെടും. അതിലെല്ലാം ഉപരിയായി നിന്റെ കയ്യിലുള്ള നാഗമാണിക്യം സംരക്ഷിക്കപ്പെടും.
നിന്റെ മകൻ അവളെ വിവാഹം കഴിച്ച ക്ഷണത്തിൽ തന്നെ അവന്റെ ശക്തി ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ്. എല്ലാത്തിന്റെയും നന്മയ്ക്കായി മുന്നോട്ടുള്ള നിന്റെ ഭാവിക്ക് വേണ്ടി ഈ വിവാഹം നടത്തിക്കോളൂ. ശരി ഗുരുക്കളെ, ഞാന് ശിവാനിയോടൊന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്റെ മോനോടും കൂടി ഒന്ന്. ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വെച്ചോളൂ ദിഗ്വിജയ, നാഗപൗർണമി ദിവസം അടുത്തു വരികയാണ്. അപ്പോഴേക്കും എല്ലാം നടന്നിരിക്കണം. ആയിക്കോട്ടെ ഗുരുക്കളെ. വിജയ് ഭവ. ഞാൻ കണ്ടത് പോട്ട് ചേച്ചി, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ എന്താവുമായിരുന്നു അവസ്ഥ? നീ മിണ്ടാതിരുതേ, എന്റെ മോൻ അങ്ങനെയുള്ള ആളൊന്നുമല്ലേ. ഓ, നിങ്ങളുടെ മോൻ ക്രൂരനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നല്ല കുട്ടി തന്നെയാ. പക്ഷെ ഇന്ന് എന്തോ ശിവാനിയുടെ കൂടെ കണ്ടു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവനെന്തായാലും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിച്ചോളാം അവനോട്. ചേച്ചി എന്താ ഇങ്ങനെ? അല്ല, ഈ കാര്യമൊക്കെ ആരെങ്കിലും മക്കളോട് പോയി നേരിട്ട് ചോദിക്കോ? നിക്ക് നോക്കാം, അവനായിട്ട് എന്തെങ്കിലും വാ തുറന്ന് നമ്മളോട് പറയുന്നു. ഇനി അവനായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ അടുത്ത് വേറൊരു പ്ലാനുണ്ട്. എന്താടാ ഇതൊക്കെ? ഞാനിവിടെ ഇല്ലേ ചേച്ചി, അതുകൊണ്ട് ഡോൺ വറി, എല്ലാം ഞാൻ നോക്കി ചെയ്തോളാം. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാവും. പക്ഷെ ഒന്നു മാത്രം ഓർമ്മ വേണം ശിവാനി, നിനക്കു നിന്റെ ആദിശേഷനെ പൂർണ്ണമായും സ്വന്തമാക്കണമെങ്കിൽ വ്യക്തമായ അറിവോടെ തന്നെ മുന്നേറണം. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാവും. ഒരു ചെറിയ അശ്രദ്ധ പോലും നിന്നെ വീണ്ടും പിറകിലേക്ക് നടത്തുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല ഗുരുദേവ. വളരെ ശ്രദ്ധയോടെ തന്നെ ഞാൻ കാര്യങ്ങൾ നീക്കാം. നിന്റെ ആദിശേഷനെ ആരാലും തന്നെ നിന്നിൽ നിന്നും അകറ്റുവാൻ സാധ്യമല്ല ശിവാനി. ആശങ്കപ്പെടേണ്ട. പോയി വരൂ ശിവാനി, മംഗളം ഭവിക്കട്ടെ. ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിലും ആകാമല്ലോ. ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ അതെങ്ങനെ റിലേഷൻഷിപ്പാക്കി മാറ്റാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളുടെ വീട്ടുകാർ വഴി ആലോചിക്കാന്ന് വെച്ചാൽ അവരാരും ഇന്ത്യയിലില്ലതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശിവാനിയോട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുതലാളി, സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പെണ്ണുങ്ങളെ നല്ലത്. വേറൊന്നും കൊണ്ടല്ല, ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കിയെടുക്കാൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടേ സാധിക്കും. കൊച്ചമ്മോട് പോയി ആ കുട്ടിയോടൊന്ന് സംസാരിക്കാൻ പറ. ദമയന്തിയോടോ? ലെറ്റ്സ് സീ, എന്താവുമെന്ന് നമുക്ക് നോക്കാം. നിന്നെ കാണാൻ എന്തായാലും നല്ല സുന്ദരിയല്ലേ, അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിന്റെ പേര് സുന്ദരി. അടിപൊളിയായിട്ടില്ലേ? ഹായ് സുന്ദരി. അതെ സുന്ദരി, നിന്റെ കൂട്ടുകാരി സുന്ദരി എവിടെ പോയെന്ന് പറ. ഓഹോ, അവള് പുറത്തേക്ക് പോയതാണോ? ഓ, അമ്മയുടെ മുത്ത്. ഹലോ, എവിടെ പോവാ നീ? അവരെവിടെ ഉള്ളേന്ന് കാണിക്കേ. നിൽക്ക്. ഏയ്, ദൂരമുണ്ട്. ഓ, ഇത് എങ്ങോട്ടേ പോകുന്നേ? എന്തായാലും പുറകെ പോയി നോക്കാം. ശരി, ഇത്രയും ദൂരം വന്നതല്ലേ, കുഴപ്പമില്ല, നോക്കിയിട്ട് വരാലോ. ഏയ് സുന്ദരി, നീ എവിടേക്കാ പോകുന്നേ? ഏയ് മെല്ലെ, ഒരു മിനിറ്റ്, ഒന്ന് പതുക്കെ പോ. ഇതെന്താ ഇത്, ഇവളെവിടേക്ക് പറക്കുന്നേ? നീ ഇത് എവിടേക്കാ കൊണ്ടുപോകുന്നേ?